ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മീരയെടുത്തി കമലമ്മയുമായി സംസാരിക്കുന്നു. ആതിരയെ ഇനി നിർബന്ധിക്കണ്ടെന്നും അവൾക്ക് ഇനി തിരിച്ചു വരാൻ താല്പര്യമില്ലെങ്കിൽ അവളെ നിർബന്ധപൂർവ്വം കൊണ്ടുപോകണ്ട എന്ന് മീര പറഞ്ഞു. അത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞ് കമലയെടുത്തിയും സംസാരിക്കുമ്പോൾ മീര പറഞ്ഞു, എന്നാ ശരി അമ്മേ, എന്നാ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് മീര ഫോൺ വെച്ചതിന് ശേഷം വേഗം അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോഴാണ് ഡൈനിങ് ടേബിളിനരികിൽ മീര നിൽക്കുമ്പോഴേക്കും പുറത്തെവിടെയോ പോകുന്നതിന് വേണ്ടി റെഡിയായി അനഘ താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത്. അപ്പോഴേക്കും അനഘയോട് മീരടുത്ത് ചോദിച്ചു, അല്ല ഇത് എങ്ങോട്ടാ ഇത്ര രാവിലെ റെഡിയായി പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അനഘ പറഞ്ഞു, ഞാൻ ഒന്ന് ക്ഷേത്രത്തിൽ വരെ പോവാം മീരടുത്തി. അത് കേട്ടതും മീര ചോദിച്ചു, ആഹാ, എന്നാ എന്നോടുകൂടി പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അനഘ പറഞ്ഞു, അയ്യോ, ഇത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തൊന്നും അല്ല ഏട്ടതി. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും അല്ല ചേച്ചി. വേറൊന്നുമല്ല, ഇന്നലെ രാത്രിയിൽ ചേച്ചി എന്നെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞതാണ്, ചേച്ചിയുടെ ആഗ്രഹപ്രകാരമാണ് ഇപ്പൊ ഇങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിശയത്തോടെ മീര ചോദിച്ചു, ആര്, അവന്തികയോ എന്ന് ചോദിച്ചതും, അതേ ചേച്ചി, ഇന്നലെ രാത്രി വന്ന് ചേച്ചി എന്നോട് ഒത്തിരി ക്ഷമ പറഞ്ഞു. ചേച്ചിക്ക് ഒരബദ്ധം പറ്റിയതാണെന്നും എല്ലാം ക്ഷമിക്കണമെന്നും ഒക്കെ പറഞ്ഞ് എൻ്റെ മുന്നിൽ മാപ്പ് പറയുകയും ഒക്കെ ചെയ്തു. പാവം, എന്തായാലും എൻ്റെ ചേച്ചിയല്ലേ, ഒരേ ചോര തന്നെയല്ലേ. അതുകൊണ്ട് ഞാൻ ഒത്തിരി മനമുരുക്കി പ്രാർത്ഥിച്ചിരുന്നു ദൈവങ്ങളോട് ചേച്ചിയുടെ മനസ്സൊന്ന് മാറണേന്ന്. ആ പ്രാർത്ഥന ദൈവം കേട്ടു കാണും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ദൈവത്തോട് ഒന്ന് നന്ദി പറയാമെന്ന് കൂടി കരുതി അതാ ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാമെന്ന് തീരുമാനിച്ചത് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അനഘ മീരടുത്തിയോട് സംസാരിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് കിച്ചണിൽ നിന്ന് അവന്തിക അവിടേക്ക് എത്തി. മോളെ അനഘയെ എന്ന് വിളിച്ചതും മീരയും അനഘയും പെട്ടെന്ന് പിന്തിരിഞ്ഞു നോക്കിയും അനഘ വളരെ സന്തോഷത്തോടെ അവന്തികയെ നോക്കുമ്പോൾ മീര അവന്തികയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ സംശയത്തോടെ മീര അവന്തിയെ നോക്കി. അവന്തിക അപ്പോഴേക്കും പുഞ്ചിരിച്ചുകൊണ്ട് അനഘയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, മോളെ, നീ ഒന്നും കഴിച്ചില്ലല്ലോ, നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ ചിലപ്പം വൈകിയാലോ, അതുകൊണ്ട് ഇതാ ഈ ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞ് അനഘയ്ക്ക് ആ ജ്യൂസ് നീട്ടി. അനഘ വളരെ സന്തോഷത്തോടെ അത് വാങ്ങിച്ചു കുടിക്കുന്നു. മീര പെട്ടെന്ന് അവന്തികയുടെ ഈ ഒരു മാറ്റത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നും ഈ ഒരു സ്നേഹത്തിന് എന്തോ ഒരു കാരണമുണ്ട്, ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് മീരയെടുത്തി സംശയിച്ചു. അനഘ അത് കുടിച്ചു കഴിഞ്ഞതും വേഗം അവന്തിക ആ ഗ്ലാസ് വാങ്ങിച്ച് ടേബിളിലേക്ക് വെച്ചിട്ട്, വാ മോളെ, നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് അനഘയെ വിളിച്ചുകൊണ്ട് അവന്തിക പോകാൻ തുടങ്ങുമ്പോൾ അനഘ വളരെ സന്തോഷത്തോടെ മീരയോട് യാത്ര പറഞ്ഞു. ചേച്ചി, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് മീരയോട് യാത്ര ചോദിച്ച് അവിടെ നിന്ന് അനഘ പോകുമ്പോൾ മീരയ്ക്കാകെ സംശയമായി. ഈ ഒരു പോക്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നാലോചിച്ച് വേഗം മീര തൻ്റെ മൊബൈൽ ഫോണും കയ്യിലെടുത്ത് അവന്തികയും അനഘയും പുറത്തേക്ക് ഇറങ്ങുന്നതിന് പിന്നാലെ സിറ്റൗട്ടിലേക്ക് മീരയും എത്തി. അവർ രണ്ടുപേരും കാറിലേക്ക് കയറി. കാറെടുത്ത് അവന്തിക അനഘയുമായി പുറത്തേക്ക് പോകുമ്പോൾ മീരയെടുത്തിയും വേഗം തന്നെ പുറത്തേക്ക് ഓടിയെത്തി. വഴിയിൽ നോക്കി നിന്നിട്ട്, അത്യാവശ്യത്തിന് നിന്ന് കഴിഞ്ഞാൽ ഒരു വണ്ടി പോലും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് മീരയെടുത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് അതുവഴി ഒരു ഓട്ടോ എത്തി. ഓട്ടോയ്ക്ക് കൈ കാണിച്ച് ആ പോണ വണ്ടിക്ക് പിന്നാലെ പോണം എന്ന് പറഞ്ഞ് മീര അവന്തികയുടെയൊക്കെ വണ്ടിക്ക് ഫോളോ ചെയ്ത് നേരെ ക്ഷേത്രത്തിലേക്ക് വന്നെത്തി. ക്ഷേത്രത്തിൽ അവർ തൊഴാനായി കയറുന്ന സമയത്ത് മീരയെടുത്തി ആ ഓട്ടോയിൽ തന്നെ അവിടെ കാത്തു നിൽക്കുന്നു. അതിനുശേഷം അവന്തികയും അനഘയും ക്ഷേത്രത്തിൽ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാത്ത് അവിടെ നിൽക്കുകയും അവർ പുറത്തേക്ക് വന്നതും ഉടനെ തന്നെ അനഘയുമായിട്ട് അവന്തിക നേരെ കാറിനരികിലേക്ക് പോന്നു. അപ്പോഴേക്കും അനഘ അവന്തികയോട് പറഞ്ഞു, ചേച്ചി, എനിക്ക് എന്തോ ഒരു വല്ലാത്ത ക്ഷീണം പോലെ, എനിക്ക് തലയ്ക്ക് എന്തോ ഒരു വല്ലാത്ത പരിപ്പ് പോലെ, ഒന്ന് കിടക്കണമെന്ന് തോന്നുന്നു. അത് കേട്ടപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യ്, വേഗം കാറിലേക്ക് കയറിക്കോ, അവിടെ പോയി സീറ്റിൽ കയറി കിടന്നോ എന്ന് പറഞ്ഞു. അവന്തിക പറഞ്ഞ അനുസരിച്ച് അനഘ കാറിലേക്ക് കയറിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന്തിക തനിക്കൊരു ഫോൺ കോൾ ഉണ്ട് എന്നുള്ള രീതിയിൽ ഫോൺ ചെയ്യാനുണ്ടെന്നുള്ള ഒരു വ്യാജമായെന്ന് അഭിനയിച്ചുകൊണ്ട് അപ്പുറത്ത് മാറി നിന്ന് അവന്തിക ഫോണിൽ സംസാരിക്കുന്നത് പോലെ വെറും ഫോണും കാതിലേക്ക് ചേർത്ത് പിടിച്ച് അല്പനേരം നിന്നു. അനഘ ഒന്ന് മയങ്ങട്ടെ എന്നുള്ള രീതിയിൽ അനഘ തന്നെ തെറ്റിദ്ധരിച്ചോളും എന്നുള്ള ആ ആശ്വാസത്തിൽ അവന്തിക ഫോണിലാണ് എന്ന് മനസ്സിലാക്കാനായി അനഘ തെറ്റിദ്ധരിക്കുന്നതിന് വേണ്ടി കുറച്ചു നേരം അവന്തിക വെറുതെ ഫോണും പിടിച്ച് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് മീരയെടുത്തി ആ ഓട്ടോയിൽ തന്നെയായിരുന്നു. എന്താണ് അവന്തികയുടെ നീക്കം എന്നറിയാനെ കൃത്യമായി അവന്തിയെ വാച്ച് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ വേഗം അനഘയുടെ അരികിലേക്ക് എത്തി അവന്തിക അനഘയെ കാറിൽ നിന്ന് ഇറക്കി. മോളെ, എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്, കുറച്ച് കഴിഞ്ഞേ ഞാൻ എത്തുള്ളൂ. മോളൊരു കാര്യം ചെയ്യ്, മോൾക്ക് വല്ല ക്ഷീണം ഉണ്ടെന്നല്ലേ പറഞ്ഞത്, മോള് ഒരു ഓട്ടോ പിടിച്ച് വേഗം വീട്ടിലേക്ക് പോയി കിടന്നു, ഞാനപ്പോഴേക്കും വീട്ടിലേക്ക് എത്തിയേക്കാം എന്ന് പറഞ്ഞു. അനഘ പറഞ്ഞു, ശരി ചേച്ചി, ഉടനെ തന്നെ ഞാൻ ഓട്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവന്തിക വേഗം ഓട്ടോ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അപ്പോഴേക്കും അപ്പുറത്ത് മാറിക്കിടക്കുന്ന ഒരു ഓട്ടോ കണ്ടു. ഓട്ടോ എന്ന് വിളിച്ചതും അത് അരികിലേക്ക് എത്തിയതും അവന്തിക വേഗം അനഘയെ വിളിച്ചു. മോള് ദാ ഈ ഓട്ടോയിൽ കയറിക്കോ എന്ന് പറഞ്ഞ് ആ ഓട്ടോയിലേക്ക് അനഘയെ കയറ്റുന്നു. അനഘ ഓട്ടോയിൽ കയറിയതും അവന്തിക അനഘയെ ആ ഓട്ടോയിൽ കയറ്റി അവിടുന്ന് പൊയ്ക്കൊള്ളാനായി പറയുന്നത്
മറ്റൊരു ഓട്ടോയിലിരുന്ന മീരയെടുത്തി ശ്രദ്ധിച്ചു. അനഘ അവിടുന്ന് ആ ഓട്ടോയിൽ പോകുന്നത് കണ്ടതോടെ മീരയെടുത്തി വേഗം പുറത്തേക്ക് ഇറങ്ങി എന്തായിരിക്കും കാര്യം എന്നറിയാനായി നോക്കി. ഉടനെ തന്നെ മീരയെടുത്തി ഇതാ ആ ഓട്ടോയുടെ പിന്നാലെ പോകൂ എന്ന് ആ മീരയെടുത്തി വന്ന ഓട്ടോക്കാരനോട് അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ അയാൾ മീരയെടുത്തിയുമായി അനഘ പോയ ഓട്ടോയുടെ പിന്നാലെ പിന്തുടർന്നു പോന്നു. അനഘ അവിടെ നിന്ന് പോയെന്ന് ഉറപ്പായതോടെ അവന്തിക ഫോൺ എടുത്ത് അജയന്റെ ഫോണിലേക്ക് വിളിച്ചു. അജയൻ കോൾ എടുത്ത് ഹലോ ചേച്ചി എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നീ പറഞ്ഞ ആ ഓട്ടോയിൽ അനഘയെ കയറ്റി വിട്ടിട്ടുണ്ടോ? ഇതോടെ എന്റെ ഊഴം കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ റോള് തീർന്നു. ഇനിയും ബാക്കിയൊക്കെ നിന്റെ കയ്യിരിപ്പ് പോലെയാണ്. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, എത്രയും വേഗം എനിക്ക് എൻ്റെ ആ ഡോക്യുമെന്റ്സ് തിരികെ തരണം. അത് കേട്ടതും അജയൻ പറഞ്ഞു, അതൊക്കെ ചേച്ചിയുടെ കയ്യിൽ എത്തിക്കോളും. ചേച്ചി നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ചേച്ചിയുടെ കയ്യിൽ അതെത്തും. ചേച്ചി ധൈര്യമായിട്ട് നെല്ലിശ്ശേരിയിലേക്ക് വിട്ടു. പിന്നെ അനഘയുടെ കാര്യമുണ്ടല്ലോ, അവളിനി ഓട്ടോയിൽ പോകുമ്പോൾ അവൾക്കിനി സംശയം വല്ലതും തോന്നി എടുത്ത് ചാടിയാലോ എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, അതൊന്നുമില്ല. ഞാൻ അവൾക്ക് വീട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് അവളൊന്ന് മയങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ജ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൾ അങ്ങനെയൊന്നും സംശയിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അജയൻ പറഞ്ഞു, ഓ അത് ശരി. അല്ലെങ്കിലും ഞാനിത് ആരോയാ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ അല്ലേ? ഇതൊക്കെ അരച്ച് കലക്കി കുടിച്ച ആളാണല്ലോ. ആൾക്കാരെ ഇതുപോലെ വെള്ളം കുടിപ്പിക്കാനും ഈ രീതിയിലാക്കാനും നല്ല കഴിവുള്ള ആൾ തന്നെയല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു, അതെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം അതെപ്പോഴാണ് നടക്കുന്നത്? എനിക്ക് എൻ്റെ ഡോക്യുമെന്റ്സ് തിരിച്ചു തരണം. അതെപ്പോൾ നീ തരും എന്ന് ചോദിച്ചപ്പോൾ അജയൻ പറഞ്ഞു, അതൊക്കെ ഉടനെ തന്നെ ചേച്ചിയുടെ കയ്യിൽ എത്തുവന്നേ, ചേച്ചി ധൈര്യമായിട്ടിരിക്കെ. ഉടനെ അവന്തിക പറഞ്ഞു, ഞാൻ എൻ്റെ അനുജത്തിയുടെ ജീവിതം നിന്നെ നേരെ നീട്ടിയിരിക്കുന്നത്. എന്നിട്ട് നീ എന്നെ ചതിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞതും ഇനി ഞാൻ ചതിക്കാനോ? അങ്ങനൊന്നും ഇല്ല ചേച്ചി, ഞാൻ അവളെ പൊന്നു പോലെ നോക്കും. ചേച്ചി ഫോൺ വെച്ചോ എന്ന് പറഞ്ഞതും അവന്തിക ആകെ ടെൻഷനോടെ ഫോൺ വെച്ചിട്ട് ഇനി അവൻ തന്നെ ചതിക്കുമോ എന്ന ആശങ്കയോടെ വേഗം ഫോണിൽ കയറി ഫോൺ വെച്ചതിന് ശേഷം വേഗം വണ്ടിയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് അവന്തിക പോകുന്നു. ഈ സമയത്ത് അജയൻ ഫോൺ എടുത്ത് തൻ്റെ ആളുകളെയൊക്കെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നു. എവിടെ വരെ എത്തി എന്ന്, ഓട്ടോക്കാരൻ എവിടെ വരെ ആയി എന്നൊക്കെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഓട്ടോയെ പിന്തുടർന്നുകൊണ്ട് തന്നെ മീരയെടുത്തിയും വന്നു. ഈ സമയത്ത് കുറച്ചു ദൂരം അനഘയുമായി ആ ഓട്ടോക്കാരൻ പോകുമ്പോൾ അനഘയ്ക്കാകെ സംശയമായി. തനിക്ക് പരിചയമില്ലാത്ത വഴിയാണല്ലോ ഇതെന്നുള്ള സംശയത്തോടെ, എന്നാൽ തനിക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ കഴിയാതെ ആ ജ്യൂസിൽ മയക്കുമരുന്ന് ഉണ്ടായിരുന്നതിനാൽ അതിൻ്റെ ഒരു ആലസ്യത്തിൽ ശ്രദ്ധിക്കാനോ എന്തെങ്കിലും ഒന്ന് പറയാനോ പ്രതികരിക്കാനോ ആകാതെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ അനഘ ആ ഓട്ടോയിലിരിക്കുമ്പോൾ കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ വഴിയിൽ വെച്ച് രണ്ടുപേർ ആ ഓട്ടോയ്ക്ക് നേരെ കൈ നീട്ടുന്നു. ഓട്ടോ നിർത്തിയതും അവർ രണ്ടുപേരും കൂടി ആ വണ്ടിയിലേക്ക് കയറി. അവർ അതിൽ കയറിയത് കണ്ട് അനഘ ആകെ ടെൻഷനായി. അല്ല, നിങ്ങളൊക്കെ ആരാ? നിങ്ങൾ എന്തിനാ ഇതിൽ കയറിയത് എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി ഒന്നും പറയാതെ ആ ഓട്ടോയിൽ കയറി. അപ്പോഴേക്കും മീരയെടുത്തിയും അവരെ പിന്തുടർന്ന് കൃത്യമായി തന്നെ ആ ഓട്ടോയെ പിന്തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. അനഘ വണ്ടിയിലിരുന്ന് ഇവരൊക്കെ ആരാ? നിങ്ങളിത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് എന്നൊക്കെ അനഘ സംശയത്തോടെ ചോദിക്കുമ്പോൾ അനഘയ്ക്ക് കൊടുത്ത ആ ജ്യൂസിന്റെ ഫലം കൃത്യമായി തന്നെ കണ്ടു തുടങ്ങി. അനഘ അപ്പോഴേക്കും പെട്ടെന്ന് മയങ്ങി വീഴുന്നു. ഈ സമയത്ത് മീരയെടുത്തി വേഗം അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചു. അർച്ചു, ഞാൻ അനഘയുടെ കൂടെ അനഘയെ അവന്തിക ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടിരിക്കുകയാണ്. ഞാൻ ആ ഓട്ടോയെ പിന്തുടർന്ന് മറ്റൊരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ പാതി വഴിയിൽ വെച്ച് രണ്ട് സ്ത്രീകൾ ആ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇവരിത് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, എവിടേക്കാ പോകുന്നതെന്നും അറിയില്ല. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, ഞാൻ ദാസച്ചേട്ടനും കൂടി ഇപ്പൊ അവിടേക്ക് വരാൻ മീരടുത്തി ടെൻഷൻ ആവണ്ട, മീരടുത്തിയെ ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞതും ഞാൻ അവരെ തന്നെ നോക്കിയിട്ട് വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് ശരി ഏട്ടത്തി എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു. ഉടനെ തന്നെ അർച്ചന ഈ വിവരം ശശി അറിയിക്കാനായി ഇറങ്ങിയതും ശശി താഴെ ഹാളിൽ നിന്ന് വേഗം റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അർച്ചന അരികിലേക്ക് എത്തി. ശശിയേട്ടാ, അവന്തികേട്ടത്തി അനഘയുമായി ക്ഷേത്രത്തിൽ പോയതാണ്. അനഘയെ ഒരു ഓട്ടോയിൽ ആരോ തട്ടിക്കൊണ്ടുപോയെന്നും വഴിയിൽ വെച്ച് വേറെ രണ്ട് സ്ത്രീകൾ ആ വണ്ടിയിൽ കയറിയിട്ടുണ്ടെന്നും ഒക്കെ മീരടുത്തി എന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. മീരടുത്തി അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനഘയെ എന്തോ കുഴപ്പത്തിലായിട്ടുണ്ട്. എത്രയും വേഗം നമുക്ക് അനഘയെ രക്ഷിക്കണം ശശിയേട്ടാ, എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടേക്ക് സന്ദീപും എത്തുന്നു. സന്ദീപിന്റെ പിന്നാലെ ആതിരയും അവിടേക്ക് വന്നതോടെ ആതിര അവർ അനഘയെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ ആലോചിച്ചു. അല്ല, ആ അനഘയ്ക്ക് എന്ത് സംഭവിച്ചാലും ഇവർക്കെന്താ എന്ന് ആതിര ആലോചിച്ചു. അപ്പോഴേക്കും ശശി അർച്ചനയോട് പറഞ്ഞു, എടോ അർച്ചന, താൻ ടെൻഷൻ ആവാതെ നമുക്ക് ഉടനെ തന്നെ അനഘയെ രക്ഷിക്കാം. അതിന് പോവഴിയുണ്ടല്ലോ, താൻ വിഷമിക്കാതെ നമുക്കിപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞ് ശശിയും അർച്ചനയും ഒപ്പം സന്ദീപും കൂടി താഴേക്ക് പോകാൻ തുടങ്ങുന്നു. ആ സമയത്ത് ആതിര ആലോചിച്ചു, അങ്ങനെ ഈ വീട്ടിൽ നിന്ന് അവളെ രക്ഷിക്കാൻ ആരും പോകണ്ട എന്ന് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് ആതിര വേഗം താഴേക്ക് ഇറങ്ങി വന്നു. ഈ സമയത്ത് ശശിയും അർച്ചനയും സന്ദീപും കൂടി വാതിക്കലേക്ക് എത്തുമ്പോൾ അവിടെ വാതിലടച്ചിട്ട് അതിനു മുന്നിൽ കാവൽ നിൽക്കുകയാണ് ആതിര. ആതിര അവിടെ നിൽക്കുന്നത് കണ്ട്
നിങ്ങൾ ആരും ഇപ്പം എങ്ങോട്ടും പോകണ്ട എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, മാറിക്കേ ആതിരെ, നീ എന്താ ഈ പറയുന്നത്? ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം എന്ന് അർച്ചന അറിയിച്ചു. അത് കേട്ടതും ഉടനെ ആതിര പറഞ്ഞു, വേണ്ട, എനിക്കറിയാം എങ്ങോട്ടാ പോകുന്നതെന്ന്. ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. ഇവിടുന്ന് അനഘയ്ക്ക് വേണ്ടി ഒരാളും ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഭർത്താവും എന്റെ ചേച്ചിയും അവളെ രക്ഷിക്കാനായി ഇവിടെ നിന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആതിര ഉച്ചയുയർത്തി. അത് കേട്ടതും സന്ദീപ് പറഞ്ഞു, ആതിര, നിനക്കിത് എന്താ പറ്റിയത്? നീ ഒന്ന് മിണ്ടാതിരിക്കെ, ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞപ്പോ ആതിര പറഞ്ഞു, ഇല്ല, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, എടി മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, ഞങ്ങൾ വന്നിട്ട് നിന്നോട് സംസാരിക്കാം, നീ ഇപ്പൊ മാറ് എന്ന് പറഞ്ഞപ്പോ, ഇല്ല ചേച്ചി, എന്നോട് ഇനി ഒന്നും പറയണ്ട എന്ന് ആതിര ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ആതിര, ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്ക്, സമയമില്ല നഷ്ടമാക്കാൻ, അതുകൊണ്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, സമയം പാഴാക്കാൻ ഒട്ടുമില്ല, അതുകൊണ്ട് ഇപ്പൊ പോയേ തീരൂ എന്ന് പറയുമ്പോൾ വേഗം തന്നെ ആതിര ഇല്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു നിൽക്കുന്ന കണ്ട് വാശിയോടെ ആതിര അവിടെ നിൽക്കുമ്പോൾ സന്ദീപ് ആതിരയെ പിടിച്ചു മാറുന്നു. ആതിര ഇങ്ങോട്ട് മാറിക്കേ എന്ന് പറഞ്ഞപ്പോ സന്ദീപ്, നിന്നെ പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ, ശരി സച്ചിയേട്ടനും ഏട്ടത്തിയും കൂടെ പൊയ്ക്കോ, ഞാൻ പിന്നാലെ വന്നോളാം എന്ന് പറഞ്ഞ് വാതിൽ വേഗം തുറന്ന് സന്ദീപ് ആതിരയെ മാറ്റി നിർത്തിയിട്ട് അർച്ചനയും സച്ചിയും പോകാൻ അനുവദിക്കുന്നു. അപ്പോഴേക്കും ആതിര, നിനക്ക് എന്താ പറ്റിയത് എന്ന് സന്ദീപ് ദേഷ്യത്തോടെ ആതിരയോട് ചോദിച്ചു. അപ്പോഴേക്കും ആതിര പറഞ്ഞു, സന്ദീപേ, നിന്നെ ഞാൻ പോകാൻ സമ്മതിക്കില്ല, ആ അനഘയ്ക്ക് എന്ത് പറ്റിയത് നിനക്കെന്താ? നീ പോകാൻ ഞാൻ അനുവദിക്കില്ല, നീ പോകണ്ട എന്ന് പറഞ്ഞതും സന്ദീപ് പറഞ്ഞു, ഞാൻ പോകും. ആതിരെ, നീ ഒന്ന് പറയുന്നൊന്ന് മനസ്സിലാക്ക്, ഇപ്പൊ ചെന്നില്ലെങ്കിൽ അവൾക്ക് ആകെ പ്രശ്നമാണ്, അതുകൊണ്ട് ഞങ്ങൾ പോകും എന്ന് പറഞ്ഞപ്പോ ആതിരയോട് സന്ദീപ് പറയുന്നത് കേട്ട് ആതിര പറഞ്ഞു, ശരി, നീ പൊക്കോ, എന്നിട്ട് നീ അവളുടെ കൂടെ സുഖമായി ജീവിച്ചോ, ഞാനും നമ്മുടെ കുഞ്ഞും നിന്റെ ജീവിതത്തിൽ നിന്ന് മാറി തന്നേക്കാം എന്ന് പറയുമ്പോൾ ആകെ കലിയോടെ സന്ദീപ് ആതിര കർണത്തടിച്ചു. ഇത് ഞാൻ നിനക്ക് നേരത്തെ തരേണ്ടതായിരുന്നു, എന്തിനാ ഞാനിത് തന്നെന്നുള്ള കാര്യം ഞാൻ പോയിട്ട് വന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് സന്ദീപ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ ആതിര ആകെ വേദനയോടെ അവിടെ നോക്കുന്നു. സന്ദീപ് തന്നെ അടിച്ചതിന്റെ സങ്കടവും ആതിരയുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. അപ്പോഴേക്കും മയക്കത്തിലായ അനഘയുമായി പാതി മയങ്ങി നിൽക്കുന്ന അനഘയുമായിട്ട് ആ രണ്ട് സ്ത്രീകൾ കൂടി അവിടെ ഒരു ഓഡിറ്റോറിയത്തിനരികിലേക്ക് എത്തുന്നു. ആ ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടത്തിനരികിലേക്ക് വന്നതും ആ കെട്ടിടത്തിനകത്ത് മുഴുവൻ ഒരു വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ഒരുക്കി അജയനും സംഘവും അവിടെ കാത്തുനിന്നു. അപ്പോഴാണ് പാതി മയങ്ങി നിൽക്കുന്ന അനഘയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ രണ്ട് സ്ത്രീകൾ ഓട്ടോയിൽ നിന്നിറങ്ങി അവളുമായി നേരെ അജയന്റെ മുന്നിലേക്ക് എത്തിയത്. ആകെ ക്ഷീണിതയായി നിൽക്കുന്ന അനഘയുടെ മുന്നിലേക്ക് അജയൻ വളരെ സന്തോഷത്തോടെ വന്നു നിൽക്കുന്നു. അജയനെ കണ്ടിട്ട് പോലും തിരിച്ചറിയാനാകാതെ ആകെ തളർന്നു വീഴുന്ന രീതിയിൽ അനഘ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ അജയൻ എഴുന്നേറ്റ് വന്ന് അനഘയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഈ സമയത്ത് അജയനെ തിരിച്ചറിയാത്തതുകൊണ്ട് അജയൻ ഉടനെ തന്നെ തന്റെ ഫോൺ എടുത്ത് അവന്തികയുടെ ഫോണിലേക്ക് വിളിച്ചു. അതെ, നമ്മുടെ ആള് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞതും അവന്തിക ചോദിച്ചു, അതെ, എനിക്ക് നീ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒന്നും കൊണ്ട് തന്നില്ലല്ലോ, അതെന്താ നീ തരാത്തത് എന്ന് ചോദിച്ചതും ഉടനെ അജയൻ പറഞ്ഞു, അത് ചേച്ചിയുടെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ, വണ്ടി ഒന്ന് നിർത്തിക്കേ ചേച്ചി എന്ന് പറഞ്ഞതും, എന്റെ പുറകെയോ, നീ എന്താ ഈ പറയുന്നത്? അതേ, നീ ചേച്ചിയുടെ പുറകെ തന്നെയുണ്ട്, ചേച്ചി വണ്ടി നിർത്തിക്കേ എന്ന് പറഞ്ഞതും ഉടനെ അവന്തിക വണ്ടി നിർത്തുന്നു. അപ്പോഴേക്കും അവന്തികയുടെ വണ്ടിക്ക് അരികിലേക്ക് വന്ന് ഒരു ബൈക്കുകാരനും വണ്ടി നിർത്തി. അയാൾ തന്റെ കയ്യിലിരുന്ന ആ ഫയൽ വേഗം അവന്തിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എന്നിട്ട് ആ ബൈക്കുകാരൻ അവിടെ നിന്ന് പോകുമ്പോൾ അവന്തിക അജയനോട് സംസാരിച്ചു. ഇപ്പൊ കണ്ടില്ലേ ചേച്ചി, നോക്കിക്കേ, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ എന്ന് ചോദിച്ചതും അവന്തിക വേഗം ആ ഫയലൊക്കെ ഒന്ന് മറിച്ചു നോക്കി. ഇത് ഒറിജിനൽ തന്നെയാണല്ലോ അല്ലെ, നീ കോപ്പി ഒന്നും എടുത്ത് വെച്ചിട്ടില്ലല്ലോ അതല്ലേ എന്ന് ചോദിച്ചപ്പോ അജയൻ പറഞ്ഞു, അതെ, ഞാൻ പെണ്ണ് കെട്ടി സുഖമായി ജീവിക്കാൻ പോകുമ്പോ എന്തിനാ ചേച്ചി ഇതൊക്കെ കോപ്പി എടുത്ത് വെക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? അപ്പോ ഉടനെ തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കും. ശരി ശരി ചേച്ചി എന്ന് പറഞ്ഞ് അവന്തികയുടെ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അവന്തിക തന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കൈ കിട്ടിയതിന്റെ സന്തോഷത്തിൽ അങ്ങ് നിൽക്കുമ്പോൾ അനഘയെ അജയന്റെ മുന്നിൽ എത്തിച്ചെങ്കിലും അജയൻ അനഘയെ നോക്കുമ്പോൾ ആകെ തളർന്ന അവശയായി അജയന്റെ മുന്നിൽ അനഘ നിൽക്കുന്നു. ഇത് കണ്ടതോടെ അജയൻ പറഞ്ഞു, അതെ, ഉടനെ ഇവളെ കൊണ്ടുപോയി വേഗം ഒന്ന് ഫ്രഷ് ആക്കണം എന്ന് പറഞ്ഞ് അജയൻ ആ സ്ത്രീകളോട് അനഘയെ കൊണ്ടുപോയിക്കൊള്ളാനെ അറിയിച്ചു. ഈ സമയത്ത് അർച്ചന മീരയെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ കൃത്യമായി തന്നെ മീരടുത്ത് പറഞ്ഞ ആ ലൊക്കേഷൻ കണ്ടെത്തി അവിടേക്ക് പോയിക്കൊണ്ടേയിരുന്നു. മീരടുത്ത് ഈ സമയത്ത് അവിടെ ആ കെട്ടിടത്തിനുള്ളിൽ പരിസരവും അകവും ഒക്കെ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ചെന്നു. ആ സമയത്ത് സന്ദീപും പിന്നാലെ വന്നുകൊണ്ടിരുന്നു. ആകെ ടെൻഷനോടെ അവർ മൂന്നുപേരും അനഘയെ രക്ഷിക്കാനായി അവിടേക്ക് എത്തുമ്പോൾ അനഘ ആകെ മയങ്ങിക്കിടക്കുന്ന നേരത്ത് അനഘയുടെ മുഖത്തേക്ക് ഒരു സോഡ പൊട്ടിച്ച് ആ വെള്ളം അനഘയുടെ മുഖത്തേക്ക് തെളിച്ചു. അനഘ ബോധം എഴുന്നേറ്റ് കണ്ണുറന്ന് നോക്കിയതും ബോധം വന്നോടെ കണ്ണുറന്ന് നോക്കുമ്പോൾ അജയൻ പറഞ്ഞു, അതെ,
മോള് പേടിക്കണ്ട, നിന്റെ അജയേട്ടൻ തന്നെയാ ഇവിടെ നിൽക്കുന്നത്. എന്റെ പൊന്നുമോള് ഒന്ന് ഇറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും എന്തൊക്കെയാ സംഭവിച്ചത്? ഇന്നിതാ നമ്മുടെ വിവാഹം നടക്കാൻ പോവാ ഇവിടെ വെച്ച്. ഇത് കണ്ടോ? അതിനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. കണ്ടില്ലേ? ദാ ഇവരൊക്കെ നമ്മുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നവരാണ് എന്നൊക്കെ പറഞ്ഞു അജയൻ കൂട്ടുകാരെ എല്ലാം ചൂണ്ടിക്കാട്ടി. അപ്പോഴേക്കും മീരയെടുത്തി ആ കെട്ടിടത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞു. മീരയെടുത്തി അവിടെ നിന്ന് അർച്ചനയെ വിവരം അറിയിക്കുന്നതിന് വേണ്ടി വേഗം അർച്ചനയെ വിളിക്കുമ്പോൾ അർച്ചന കൃത്യമായി മീരയെടുത്തി പറഞ്ഞ ആ റൂട്ടിലേക്ക് തന്നെ അർച്ചനയും ശശിയും കൂടി വന്നുകൊണ്ടിരുന്നു. സന്ദീപും അവർ പറഞ്ഞ ആ ഒരു വഴിയൊക്കെ കൃത്യമായി മനസ്സിലാക്കി അവിടേക്ക് വരുന്നു. അപ്പോഴേക്കും അജയന്റെ മുന്നിലിരിക്കുന്ന അനഘയെ നോക്കിയിട്ട് അജയൻ പറഞ്ഞു, അതെ, ഇനി മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇന്ന് 10:45 നമ്മുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. ഇനിയും സമയമുണ്ട് കേട്ടോ. കുറച്ചു നേരത്തേക്ക് മയക്കമായിരുന്നു മോൾക്ക് പോണ്ടായത്. എന്തായാലും ഈ വേഷത്തിൽ വേണ്ട. ദാ ഈ ചേച്ചിമാരെ മോളെ വേഗം ഒരു കല്യാണ പെണ്ണായി ഒരുക്കിക്കൊണ്ടുവരും. വേഗം നിങ്ങൾ കൊണ്ടുപോയി മോളെ ഒന്ന് റെഡിയാക്കിക്കൊണ്ട് വാ എന്ന് പറഞ്ഞ് അജയൻ അനഘയെ കൊണ്ടുപോകാനായി അവർ രണ്ടുപേരോടും പറയുന്നു. അങ്ങനെ ആ സ്ത്രീകൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് അനഘയെ വിളിച്ചുകൊണ്ട് പോകുന്നു. അജയൻ അനഘയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി തയ്യാറായി അവിടെ ആ മണ്ഡപത്തിൽ തന്നെ അനഘ ഒരുങ്ങി വരുന്നതും കാത്തു നിൽക്കുമ്പോൾ മീരയെടുത്തിയും അർച്ചനയും ശശിയും കൂടി അവിടേക്ക് വരുന്നതും പ്രതീക്ഷിച്ച് നിൽക്കുകയും മുകളിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നറിയാതെ മുകളിലേക്ക് കയറി ചെന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ഭയത്തോടെ മീരയെടുത്തി താഴെ നിൽക്കുകയും മുകളിലേക്ക് പോണോ വേണ്ടയോ എന്ന ആശങ്കയോടെ എന്ത് ചെയ്യണം, ഇനി അടുത്ത നീക്കം എന്ത് എന്നതിനാലോചിച്ച് മീരയെടുത്തി താഴെ നിന്നു. അങ്ങനെ മീരയെടുത്തി അവിടെ നിന്ന് അല്പനേരം കഴിയുമ്പോഴേക്കും അർച്ചനയും ശശിയും അവിടേക്ക് എത്തുന്നു. ആ സമയത്ത് അർച്ചനയെ ശശിയും കൂടി അവിടേക്ക് വന്നു കയറുമ്പോൾ മീരയെടുത്തി മുകളിൽ അനഘയെ കൊണ്ടുപോയിട്ടുണ്ടെന്നും അവിടെ എന്തോ വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അജയൻ നടത്തുകയാണ് എന്നും മീരയെടുത്തി അർച്ചനയെയും ശശിയെയും അറിയിച്ചു. ശശി വളരെ ധൈര്യപൂർവ്വം തന്നെ മുകളിലേക്ക് കയറി ചെന്നു. അവിടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്ന അനഘയുടെയും അജയന്റെയും വിവാഹത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരിക്കുന്ന ആ മണ്ഡപത്തിനരികിലേക്ക് ശശി വളരെ ധൈര്യപൂർവ്വം കയറി ചെല്ലുകയും, അല്ല, ഇതാരാ ഇന്നിവിടുത്തെ വരൻ എന്ന് ചോദിക്കുമ്പോൾ കല്യാണ പയ്യൻ ആരാ എന്ന് അന്വേഷിച്ചിട്ടും അജയൻ പറഞ്ഞു, ഞാനാ. അനഘയെ വിവാഹം കഴിക്കാൻ പോകുന്ന നീയാണോ എന്ന് ചോദിച്ച് ശശി അരികിലേക്ക് ചെന്നു. അതെ, ഞാൻ തന്നെയാ എന്ന് അജയൻ പറയുമ്പോൾ ശശി അരികിലേക്ക് എത്തി. ശരി, കൊള്ളാവല്ലോ എന്ന് പറഞ്ഞ് അജയനെ മുഖം തീർത്ത് ശശി അടി കൊടുത്തു. അപ്പോൾ തന്നെ അജയനും ശശിയെ തടഞ്ഞുകൊണ്ട് തിരിച്ച് ശശിയെയും പ്രഹരിക്കുന്നു. അങ്ങനെ വലിയൊരു സംഘടന തന്നെ അവിടെ നടക്കുന്നു. അജയനോടൊപ്പം വന്നു ചേർന്നവരെല്ലാവരും ശശിയെ ശരിക്കും എടുത്ത് തല്ലാൻ തുടങ്ങുന്ന നേരത്ത് അർച്ചനയും മീരയെടുത്തിയും അവരാലാകും വിധത്തിൽ അവരെ പ്രതിരോധിക്കാനായി നോക്കുന്നു. അപ്പോഴേക്കും അജയന്റെ ആളുകൾ ശശിയെ ചുറ്റും വളഞ്ഞ് ശശിയെ അവിടെ ബന്ധനസ്ഥനാക്കി ഇരുത്തുകയും അങ്ങനെ ശശിയുടെ കൂടി സാന്നിധ്യത്തിൽ അജയൻ അനഘയുടെ കഴുത്തിൽ താലി ചാർത്തുവെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്ന ആ സ്ത്രീകൾ കൊണ്ടുവന്ന അനഘയെ അജയന് മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നു. അജയൻ അനഘയെ വിവാഹം കഴിക്കാനായി മണ്ഡപത്തിനരികിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് വരുമ്പോൾ അനഘ തന്റെ ഇതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടാനായി ശ്രമിക്കുമ്പോൾ അജയൻ നിർബന്ധപൂർവ്വം അനഘയെ പിടിച്ചു വലിച്ചുകൊണ്ട് വരുമ്പോഴാണ് അപ്രതീക്ഷിതമായി മറ്റൊരാൾ അവിടേക്ക് വന്നിട്ടുണ്ട്. അർച്ചനയും ശശിയുടെയും നിർദ്ദേശപ്രകാരം അജയന്റെയും അനഘയുടെയും വിവാഹം മുടക്കുന്നതിനായി കൃത്യമായി ആ മണ്ഡപത്തിലേക്ക് വന്നു കയറുകയാണ് സന്ദീപ്. അങ്ങനെ അനഘയുടെ അനഘയുടെ ഇഷ്ടമില്ലാതെ വിവാഹം നടത്താനായി ഒരുങ്ങുന്ന ആ നിമിഷത്തിൽ സന്ദീപ് അവിടെ എത്തി അനഘയെയും അവിടുന്ന് രക്ഷിക്കുന്നു. അങ്ങനെ ശശിയും അർച്ചനയും മീരയെടുത്തിയും സന്ദീപും ചേർന്ന് അനഘയെ രക്ഷപ്പെടുത്തി നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങുമ്പോൾ അവിടെ നന്ദന്റെ വീഴ്ചയിൽ അല്ലെങ്കിൽ നന്ദന് സംഭവിച്ച വീഴ്ചയാണെന്നുള്ള തെറ്റിദ്ധാരണ നന്ദൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ കമ്പനിക്കുണ്ടായ ആ വലിയൊരു ലോസ്, അന്ന് കമ്പനിക്ക് നഷ്ടമായ ആ കൊട്ടേഷൻ, അത് പിറ്റേ ദിവസം വളരെ ഞെട്ടലോടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ കൊട്ടേഷൻ വീണ്ടും നെല്ലിശ്ശേരി കമ്പനിക്ക് തിരികെ കിട്ടിയതിന്റെ സന്തോഷം അറിയിക്കാനായി അവിടേക്ക് ധനുഷ് എത്തുന്നു. തന്റെ കൃത്യമായ നീക്കത്തിൽ അത് തനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞുവെന്ന് അറിയിച്ചതോടെ ആ കമ്പനിക്ക് നഷ്ടമായ കോടികൾ തിരികെ കിട്ടിയതിന്റെ ആശ്വാസത്തിൽ എല്ലാവരുടെയും മുന്നിൽ ധനുഷിനെ എല്ലാവരും പുകഴ്ത്തുകയും ധനുഷിനോട് അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനൊരു നേട്ടം കൈവരിച്ച, അങ്ങനെ ഒരു അതിബുദ്ധി കാട്ടിയ ധനുഷിനെ അംഗീകരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ച് സേതുമാധവൻ അഭിനന്ദിക്കുമ്പോൾ ഞാൻ ഒരു അവിവേകമാണ് കാണിച്ചെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വളരെ താഴ്മയായി വിനയാന്വിതനായി നിൽക്കുന്ന സന്ദീപിനരികിലേക്ക് എത്തി സേതുമാധവൻ സന്ദീപിനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു. ആ കാഴ്ച കണ്ട് ഇഷ്ടപ്പെടാതെ സന്ദീപും അർച്ചനയും ഒക്കെ നിൽക്കുമ്പോൾ സ്നേഹയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സ്നേഹയെ തന്റെ വലയിൽ വീഴ്ത്തുന്നതിന് വേണ്ടിയുള്ള ധനുഷിന്റെ അടുത്ത നീക്കമായിരുന്നു അതെന്ന് തിരിച്ചറിയാതെ അവന്തിക ധനുഷിന് എല്ലാവരും അംഗീകരിക്കാനും എല്ലാവരെയും കയ്യിലെടുക്കാനുമായി ധനുഷ് മനഃപൂർവ്വം ചെയ്ത ഒരു പ്രവൃത്തിയാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ താൻ വഞ്ചിക്കപ്പെടുന്നുവെന്ന് തിരിച്ചറിയാതെ അവന്തികയും സന്തോഷപൂർവ്വം നെല്ലിശ്ശേരിക്കാർക്ക് തിരിച്ചടി നൽകിയതിന്റെ അഹങ്കാരത്തിൽ നിൽക്കുന്നു.